ഇന്നത്തെ കാലഘട്ടം വളരെയധികം പ്രസക്തമായി നിൽക്കുന്നത് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് യുവതി യുവാക്കന്മാർ, പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം വഴിതെറ്റുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മാതാപിതാക്കളും അധ്യാപകരും പോലീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരുമൊക്കെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. എങ്കിലും ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ട് കടന്നു വന്നിരിക്കുന്നത് ടീന ബെഞ്ചമിനാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നില്ല, ടീന തന്നെ ടീനയെ പരിചയപ്പെടുത്തും. സോ നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ടീനയെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. സ്വന്തമായിട്ട് ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ടീന ബെഞ്ചമിൻ. ഞാൻ ബേസിക്കലി വളർന്നതെല്ലാം ഡൽഹിയിലാണ്. ആൻഡ് അവിടെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു 15 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ സ്ലമ്മിലെ കുട്ടികളെ മെന്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ വോളണ്ടിയർ ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പം ഒരു 10 വർഷത്തെ ആ ഒരു പരിചയത്തില് എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹം കുട്ടികളെ നന്നായിട്ട് മനസ്സിലാക്കിയല്ല അവരുമായിട്ട് ഇടപെടുന്നത്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാരണം എനിക്ക് സൈക്കോളജിയിലോട്ട് ഇൻട്രസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ അണ്ടർ ഗ്രാജുവേഷനും എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും ചെയ്തത് സൈക്കോളജിയിലാണ്. അപ്പൊ എൻ്റെ MSc കഴിഞ്ഞു. ഇപ്പൊ ഞാൻ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിട്ട്, കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ക്ലയൻസ് മെയിൻലി കുട്ടികളും പേരൻസും ടീച്ചേഴ്സും ആണ്. അപ്പം എൻ്റെ എൻ്റയർ ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഉള്ള ഇന്ത്യയിലുള്ള ആ ഒരു പേരന്റിങ് കൾച്ചർ ചേഞ്ച് ചെയ്യണം. പേരന്റിങ് കൾച്ചർ, എഡ്യൂക്കേഷൻ കൾച്ചർ അതൊട്ടും ചൈൽഡ് ഫ്രണ്ട്ലി അല്ല. കുട്ടികളെ ഒരു ഹോളിസ്റ്റിക് ഹ്യൂമൻ ബീങ് ആയിട്ട് കണ്ടുകൊണ്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ് അല്ല. അപ്പൊ അത് ചേഞ്ച് ചെയ്യാനായിട്ട്, അവയർനെസ് സ്പ്രെഡ് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഞാനൊരു കമ്പനി തുടങ്ങിയത്, SPSK EduTech എന്ന് പറഞ്ഞ്, സ്മാർട്ട് പേരൻസ് ഫോർ സ്മാർട്ട് കിഡ്സ്. സോ our entire point is to bring about a change in how we view kids. അതാണ്. ഓക്കെ. ഇന്നിപ്പം ഏറ്റവും കൂടുതൽ കുട്ടികൾ വഴിതെറ്റുന്നത് MDMA, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ സിഗരറ്റ് വലിക്കുക, അല്ലെങ്കിൽ പുകവലിക്കുക, അതുപോലെ തന്നെ മദ്യം ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞ് തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ മാറി അതിനകത്തുനിന്ന് പിന്നെ ഒരു കഞ്ചാവിൻ്റെ ഒരു ലെവലിലേക്ക് വന്നു. അതുമൊക്കെ സർവ്വസാധാരണമായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. MDMA എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായിട്ടുള്ള ഒരുപാട് മാരകമായ മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത്. സോ കുഞ്ഞുങ്ങൾ ഇതിനകത്തേക്ക് പോകുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. സൊസൈറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ അഡൾട്ട്സിനും ഇതിലൊരു പങ്കുണ്ട്. മാതാപിതാക്കൾ മാത്രമല്ല, ടീച്ചേഴ്സിനും ഉണ്ട്. അതല്ലാതെ കുട്ടികളുമായിട്ട് ഇടപെടുന്ന എല്ലാ അഡൾട്ട്സിനും ഒരു പങ്കുണ്ട്. കാരണം അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു രാവിലെ കുട്ടി എണ്ണിച്ചിട്ട് എനിക്കിന്ന് അഡിക്റ്റഡ് ആവണം, എനിക്കിന്നൊരു എന്തോ അഡിക്റ്റീവ് വസ്തു ട്രൈ ചെയ്യണമെന്നൊന്നും ഒരു കുട്ടിയും ചിന്തിക്കുന്നില്ല. കുട്ടികൾ ആ ഒരു ചിന്തയിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സർക്കിൾസിൽ അകപ്പെട്ടു പോകുമ്പോഴാണ്. അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആകാം, ചിലപ്പോൾ അവരെ ചൂഷണം ചെയ്യാൻ വരുന്ന അഡൾട്ട്സ് ആകാം. പക്ഷെ അങ്ങനെയുള്ള സർക്കിൾസിൽ കുട്ടികൾ അകപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അതർ അഡൾട്ട്സ് ഉൾപ്പെടുന്ന സമൂഹം അവർക്ക് ആവശ്യത്തിനുള്ള ഒരു കണക്ഷനോ അവർക്ക് ആവശ്യമുള്ള ഇമോഷണൽ നീഡ്സോ ഫുൾഫിൽ ചെയ്യാത്തത് കൊണ്ട്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, ഇല്ലെങ്കിൽ കൂട്ടുകെട്ട്, ഇതൊക്കെ കുട്ടികളെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഇതിൻ്റെയൊക്കെ ആവശ്യകതയും കൂടിയിട്ടുണ്ട്. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡ് സമയത്ത് അന്ന് വരെ മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളെ നീ മൊബൈൽ ഉപയോഗിച്ച് ക്ലാസ്സിൽ കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരെ ഫോഴ്സ് ചെയ്ത് നമ്മൾ ക്ലാസ്സിലേക്ക് കയറ്റി വിട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സോ അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷമാണ് കുഞ്ഞുങ്ങൾ കൂടുതലായിട്ട് ഈ ഇന്റർനെറ്റിനും ഫോണിനും ഒക്കെ അടിമയായിട്ട് മാറിയത്. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനും സാധിക്കില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം പോലും കുഞ്ഞുങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ എവിടെയാണ് ഈ ഒരു മാതാപിതാക്കളുടെ ഒരു കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, എവിടെയാണ് അതിന്റെ ഒരു കുറവ് സംഭവിക്കുന്നത്? അതായത് ഈ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾ ഇപ്പൊ കോവിഡ് സമയത്താണ് ഫോൺ അഡിക്ഷൻ കൂടിയതെങ്കിലും അത് ഫോൺ ആക്സസ് കിട്ടിയത് കൊണ്ട് മാത്രമല്ല. ഇപ്പം കുട്ടികൾക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ അവർ ഒരു സാധനത്തോട് അവർക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത് അവരിഷ്ടപ്പെടത്തില്ല. ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, പേരൻസ് അത് സൂപ്പർവൈസ് ചെയ്തല്ല അവർക്ക് ആക്സസ് കൊടുക്കുന്നത്. ഈ ഫോൺ എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയ ആണെങ്കിലും അല്ലാതെ ഇന്റർനെറ്റ് ആക്സസ് ആണെങ്കിലും ഒരു കത്തി പോലെയാണ്. ഇപ്പൊ നമുക്കതിനെ നന്മയ്ക്കായിട്ടും യൂസ് ചെയ്യാം, പക്ഷെ തിന്മയ്ക്കായിട്ടും യൂസ് ചെയ്യാം. ഇപ്പൊ ഇന്റർനെറ്റിൽ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് കുട്ടി കണ്ടുപോയാൽ, കുട്ടിക്ക് ഒരു എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല.
അപ്പൊ അതുകൊണ്ടാണ് അന്നൊക്കെ കോവിഡ് സമയത്ത് ഒരുപാട് സ്പെഷ്യലിസ്റ്റ് പറയുമായിരുന്നു, എക്സ്പേർട്സ് പറയുമായിരുന്നു, അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ഇത് കൊടുക്കരുതെന്ന്. സൂപ്പർവിഷൻ ഇല്ല. പേരൻസ് എന്താ ചെയ്തിരുന്നത്, ഫോൺ കൊടുത്തിട്ട് പേരൻസിന്റെ പണി നോക്കി പോകും. അപ്പൊ കുട്ടിക്ക് അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ഇന്റർനെറ്റിലോട്ട് ആക്സസ് കിട്ടുവാണ്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഒരു ക്ലയന്റ് ഉണ്ടായിരുന്നു. ആ കുട്ടി, അവൾക്ക് 14 വയസ്സേ ഉള്ളൂ. ഈ കോവിഡ് സമയത്താണ് അവൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ അൺസൂപ്പർവൈസ്ഡ് ഫോൺ ആക്സസ് കിട്ടുന്നത്. അപ്പം അവൾക്ക് സഡൻലി എന്താ, അവളുടെ അമ്മയുടെ ഇൻസ്റ്റഗ്രാം അവള് കണ്ടു, അമ്മയുടെ ഫേസ്ബുക്ക് കണ്ടു, അവൾക്ക് തോന്നി അവൾക്കും ഉണ്ടാക്കണമെന്ന്. ഇതെല്ലാം അവള് ചെയ്യുന്നത് അമ്മയുടെ ഫോണിൽ തന്നെയാണ്. അവളുടെ അമ്മയുടെ ഫോണിൽ അവൾക്ക് സ്വന്തം ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി ചൈൽഡ് പ്രഡേറ്റേഴ്സുമായിട്ട് അവള് ചാറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവളുടെ അമ്മ അതറിയുന്നില്ല, അമ്മയുടെ ഫോൺ ആയിട്ടും കൂടെ. അപ്പം അത്രയും ലെവൽ ഓഫ് സൂപ്പർവിഷൻ ഇല്ലായ്മയാണ് ആ സമയത്ത് നടന്നത്. പേരൻസ് വിചാരിച്ച പിള്ളേരങ്ങ് പഠിച്ചങ്ങ് പൊക്കോളും. അപ്പൊ ഇത്രയും ഡേഞ്ചറസ് ഒരു സാധനമാണ് കുട്ടികളുടെ കൈ കൊടുക്കുന്നതെന്ന് പേരൻസ് റിയലൈസ് ചെയ്തില്ല. പിന്നെ ഈ ഫോൺ കൈ കിട്ടി കഴിഞ്ഞ് അൺസൂപ്പർവൈസ്ഡ് ആയിട്ട് ഇന്റർനെറ്റ് കിട്ടി, സോഷ്യൽ മീഡിയ കിട്ടി കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് അതിൽ നിന്ന് ഒരുപാട് പ്ലഷർ കിട്ടാൻ തുടങ്ങി. അതായത് നമ്മുടെ ഈ ബ്രെയിനിൽ ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് അത്. ചില സാധനങ്ങൾ ഭയങ്കരമായിട്ട് ആ ഡോപ്പമീൻ റിലീസ് ആകുന്ന ഭയങ്കര സ്പീഡിൽ റിലീസ് ആക്കും, അല്ലെ ആ റിലീസ് ആകുന്ന ഡോപ്പമീന്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം നാച്ചുറൽ ആയിട്ട് അത്രമാത്രം ഡോപ്പമീൻ റിലീസ് ആവുന്ന വേറെ ആക്ടിവിറ്റീസ് കുട്ടിക്ക് ഇല്ലെങ്കിൽ ഈ സാധനമായിട്ട് അഡിക്ഷൻ ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് വെളിയിൽ പോയി കളിക്കാൻ പറ്റുന്നില്ല, കുട്ടികളുടെ കളി സ്പേസസ് ഒരുപാട് റെസ്ട്രിക്റ്റ് ആയിരിക്കുന്നു, സമൂഹത്തിൽ അവർക്ക് മീനിങ് ആയിട്ട് ചെയ്യാൻ ഒരുപാട് ആക്ടിവിറ്റീസ് ഇല്ല. ഈവൻ നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ആ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് പോലും കുറഞ്ഞു വരുവാണ്. ഈ പേരൻസിന് പോലും വേറെ പേരൻസുമായിട്ട് പോലും അത്രയ്ക്ക് ഒരു ബന്ധമൊന്നുമില്ല, നെയ്ബേഴ്സുമായിട്ട് ബന്ധമില്ല. അല്ലാതെ ഇപ്പൊ സ്കൂള് കഴിഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ കുട്ടികൾക്കില്ല. ആക്ടിവിറ്റീസിന് വിട്ടാൽ പോലും അതൊരു ഒരു പ്രഷർ ആയിട്ടാണ് പേരൻസ് അതിനെ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികൾക്ക് ആകെ കിട്ടുന്ന പ്ലഷർ ഈ സോഷ്യൽ മീഡിയ വഴി, അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴിയായിരിക്കും, അല്ലെങ്കിൽ മേ ബി വീഡിയോ ഗെയിംസ് വഴിയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ആ ഡോപ്പമീൻ ഹിറ്റ് എന്ന് പറയുന്നത് അത് ഭയങ്കര ഡ്രഗ്സ് എടുക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്, ഒരു ഹൈ ആണ്. അപ്പൊ അത് കുട്ടികൾക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത് കുട്ടി എന്ന് പറഞ്ഞാൽ എന്തോ അവരുടെ ഇമ്പൾസ് കൺട്രോളും അവരുടെ സെൽഫ് ഡിസിപ്ലിനും ഒന്നും ഫുള്ളി ഡെവലപ്ഡ് അല്ല. അപ്പം പേരൻസ് ആണ് അവരെ അവിടെ ഡിസിപ്ലിനിൽ സെൽഫ് കൺട്രോൾ പാലിക്കാനും ഡിസിപ്ലിനിൽ നിൽക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യേണ്ടത് പേരൻസ് ആണ്. അപ്പൊ അത് പേരൻസിന് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ ഒരുപാട് കുട്ടികൾ ആ ഫോണും സോഷ്യൽ മീഡിയ അഡിക്ഷനിലോട്ട് ആ റൂട്ടിലോട്ട് പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് മാതാപിതാക്കൾക്കുള്ള ഒരു ചോദ്യമായിരിക്കും, കുഞ്ഞുങ്ങൾ ഓൾറെഡി മൊബൈൽ ഫോണിൽ ഒരു പക്ഷെങ്കിൽ അഡിക്റ്റഡ് ആണ്. ഇപ്പം പറഞ്ഞ പോലെ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചതാ, പക്ഷെ അവർ ഇന്റർനെറ്റിലേക്കും മറ്റ് പല കാര്യങ്ങളിലേക്കും പോകുന്നു. പക്ഷേ ഇവരെ ഇത് ഉപയോഗിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ഇവരും മാതാപിതാക്കളും തമ്മിൽ ഇന്നത്തെ കാലത്ത് ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടിക്ക് ഇപ്പം 2 കാര്യങ്ങളാണ് പിള്ളേർക്ക് ആവശ്യം. എക്സ്പെക്ടേഷൻസും ആവശ്യമുണ്ട്, വോംതും ആവശ്യമുണ്ട്. എക്സ്പെക്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ്. വോംത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന സ്നേഹം, കുട്ടികളെ കെട്ടിപ്പിടിക്കുക, അവരോട് നല്ല വർത്താനം പറയുക, അവരുടെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് കാണിക്കുക, അതൊക്കെ. അപ്പം എക്സ്പെക്ടേഷൻസും വേണം കുട്ടികൾക്ക്, വോംതും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കുട്ടിക്ക് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും പേരന്റുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ പേരന്റ് പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ പാലിക്കാൻ കുട്ടികൾക്ക് മനസ്സുണ്ടാവും. അപ്പൊ പേരൻസ് ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാല് ഈ 2 എക്സ്ട്രീമിലും പോകരുത്. അതായത് ഒരു സൈഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊച്ചിനെ തിരിയാനും പിരിയാനും വിടത്തില്ല. നീ ആരോടും സംസാരിക്കുക വേണ്ട, നീ കൂട്ടുകൂടുകയും വേണ്ട, നീ ഫൺ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ട, വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നാൽ മതി, ആക്ടിവിറ്റീസിന് പോവുകയാണെങ്കിൽ അത് നിന്റെ മാർക്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു നോക്കിയിട്ട് പോയാൽ മതി. ആ ടൈപ്പ് പേരന്റിങ് ആണെങ്കിലും കുട്ടികൾ ഇങ്ങനെ ആ പേരൻസ് അറിയാതെ കുസൃതികൾ കാണിക്കാൻ നോക്കും, ചിലപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുകയും ചെയ്യും. ഓൺ ദി അതർ ഹാൻഡ് ഒരു റൂൾസും ഇല്ലാതെ, അതായത് കൊച്ചിന് ഇഷ്ടമുള്ളത് ചെയ്തോ എന്നുള്ള രീതിയിൽ കൊച്ചിനെ വിടുവാണെങ്കിലും അതൊരു ട്രാപ്പാണ്. കുട്ടിക്ക് ഒരുപാട് അതിലും ഡേഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുമ്പോൾ കുട്ടിയെ ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ സമ്മതിക്കാതെ എല്ലാ ഡിസിഷൻസും പേരൻസ് എടുക്കുകയാണ്. കൊച്ചിന്റെ മാർക്സ്, കൊച്ചു കൊടുക്കുന്ന തുണി, കൊച്ച് ആരുടെ കൂടെയാണ് കൂട്ടുകൂടുന്നത്, എവിടെയാണ് പോകുന്നത്, എന്താണ് കാണുന്നത്, എല്ലാം പേരന്റിന്റെ കൺട്രോളിൽ. കൊച്ചിനെ അങ്ങ് ഓവർ പ്രൊട്ടക്ട് ചെയ്ത് അങ്ങ് ഞെക്കി വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്.
അതാണെങ്കിലും കുട്ടികൾ ഇങ്ങനത്തെ ഒരു ട്രാക്കിൽ പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ബാലൻസ് ആണ്. റൂൾസ് സെറ്റ് ചെയ്യേണ്ടത്, അതായത് സേഫ്റ്റിയുടെ കാര്യത്തിലും ബേസിക് മൊറാലിറ്റിയുടെ കാര്യത്തിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അപ്പം എന്താ, യു കനോട്ട് ഹാം അതേഴ്സ് ആൻഡ് യു കനോട്ട് ഹാം യുവർ സെൽഫ്, ആ ഒരു സംഭവം സ്ട്രോങ് ആയിരിക്കണം. ആൻഡ് സെക്കൻഡ്, എന്താ, ഈ കമ്പാഷൻ, കൈൻഡ്നെസ്, ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന റൂൾസ് സ്ട്രോങ് ആയിരിക്കണം. ബാക്കിയുള്ള റൂൾസ് കുട്ടിയുടെ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കണം കുട്ടികൾ. മോനെ സ്കൂളിൽ എന്താ സംഭവിച്ചത്, നിന്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുവാണ്, നീ പഠനത്തിൽ എങ്ങനെ പോകുന്നു, നിനക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, പഠനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് കൊച്ചിന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു, അങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഓവർ റിയാക്ട് ചെയ്യാതെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നോക്കുക. ക്യൂരിയോസിറ്റി കാണിക്കും കുട്ടിയുടെ ലൈഫിൽ, എന്താ നിനക്ക് സംഭവിക്കുന്നത്. അത് അത്രയ്ക്ക് ഈസി അല്ലേ. ഇപ്പൊ നമ്മൾ ഓൾറെഡി കുട്ടിയുമായിട്ട് അങ്ങനെ ഒരു ബോണ്ട് ഇല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കാണിച്ച് ബോണ്ട് ഉണ്ടാക്കാൻ സമയമെടുക്കും. ബട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. അത് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരു ആക്സസ് കിട്ടും കുട്ടിയുടെ ഇന്നർ ലൈഫിൽ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഭാഗം എന്ന് പറയുന്നത് മയക്കുമരുന്നിൻ്റെയും അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇന്നത്തെ നമ്മുടെ യങ് ജനറേഷൻസ് പോകുന്നു. സോ എങ്ങനെയാണ് നമുക്ക് ഇവരെ തടയാൻ പറ്റുക? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് മാധ്യമങ്ങളുണ്ട്, എല്ലാ മേഖലകളും, സോഷ്യൽ മീഡിയ ഒക്കെ, ഇതിനകത്തൂടെ എല്ലാ ഇൻഫർമേഷൻസ് ലഭിക്കുന്നു. കുട്ടികൾക്ക് കയ്യിൽ മൊബൈൽ ഫോൺ എല്ലാ സമയത്തും ഉണ്ട്. സോ ഇവർ കാര്യമായിട്ടും കോണ്ടാക്ട് ചെയ്യാം, ഏത് സമയത്തും ഇവർക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം, ഇവരെ ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പല സാധ്യതകളുള്ളപ്പോൾ, എല്ലാ പോസിബിലിറ്റികളും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യം നിലനിൽക്കുക? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് ഒരു പേഴ്സണൽ ഫോൺ കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു പേഴ്സണൽ സ്മാർട്ട് ഫോൺ. ഇപ്പൊ ഒരു 18 വയസ്സ് വരെ, അതായത് ബ്രെയിൻ ഡെവലപ്മെന്റ് കുറച്ചെങ്കിലും പൂർത്തിയാകുന്നത് വരെ നമ്മൾ അവർക്ക് ഈ സ്മാർട്ട് ഫോൺ കൊടുക്കാതെ അല്ലാത്ത നോർമൽ ഫോൺ ഉണ്ടല്ലോ, ഈ കോൾസ് ടെക്സ്റ്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഫോൺ കൊടുക്കുക. എന്നിട്ട് അതിന്റെ റീസണിങ്ങും പറഞ്ഞു കൊടുക്കുക. സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പം അതില് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഡേഞ്ചേഴ്സും ഉണ്ട്. അപ്പൊ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണെന്നുള്ള കാര്യം നമ്മൾ അവിടെ ഫേം ആക്കുക. കാരണം ഈ സംഭവത്തോടെ കുട്ടിക്ക് അങ്ങനെ ഒരുപാട് ആക്സസ് ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പർവൈസ് ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇപ്പൊ പേഴ്സണൽ ഫോൺ ആണെങ്കിൽ നമുക്ക് പേരൻസിന് സൂപ്പർവൈസ് ചെയ്യാൻ പാടാണ്. പക്ഷെ ഒരു ഫാമിലി ഫോണാണ് കുട്ടിയുമായിട്ട് പഠനത്തിന്റെ കാര്യങ്ങളിലല്ല അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ഷെയർ ചെയ്യുന്നെങ്കിൽ കുട്ടി അത് എങ്ങനെ നാവിഗേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പഠിക്കുകയും ചെയ്യും. എന്നാൽ ഒരു പേഴ്സണൽ ഫോണിന്റെ ആ ഡേഞ്ചറും ഇല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കുട്ടിയുമായിട്ടൊരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കണം. അതായത് പേരൻസും കുട്ടികളും തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഈ റൂൾസിന്റെ ബേസിസിൽ മാത്രമല്ല. ആസ് പേരൻസ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് നീ എന്താ ചെയ്യേണ്ടത്, നീ എന്താ ചെയ്യേണ്ടാത്തതെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, കുട്ടിക്ക് ഒരു ഫീലിംഗ് വരണം, എന്റെ പേരൻസിന് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിൽ പല പേരൻസും കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കുട്ടികളെ നമ്മൾ കാണിക്കുന്നില്ല. അപ്പൊ അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുട്ടികളുടെ ലൈഫിൽ ഒരു ക്യൂരിയോസിറ്റി കാണിക്കുക, അവരെന്താ ചെയ്യുന്നത്, അവരെങ്ങോട്ടാ പോകുന്നത്, ഇതൊക്കെ കേൾക്കുക. പിന്നെ അവർ കാണിക്കുന്ന കുഞ്ഞു കുഞ്ഞു വികൃതികളൊക്കെ അവർ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അത് കുറച്ചൊക്കെ എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. എല്ലാത്തിനും അങ്ങ് ഭയങ്കരമായിട്ട് അയ്യോ നീ അങ്ങനെ പറഞ്ഞോ, അയ്യോ നീ അങ്ങനെ ചെയ്തോ എന്നൊക്കെ പറഞ്ഞാല് കുട്ടികൾ ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്താൽ വലിയ വലിയ കാര്യങ്ങൾ കുട്ടികൾ പറയാതെ. അപ്പൊ കുറച്ചൊക്കെ അവര് കുട്ടികളാണ്, അവര് കുറച്ചൊക്കെ വികൃതി കാണിക്കും, അവര് ഇമ്മച്വർ ആയിട്ട് ചിലപ്പോൾ പെരുമാറും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ക്യൂരിയോസിറ്റി നമ്മൾ കാണിക്കുക. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ടും മീനിങ് ആയിട്ടും ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. ഒരുപാട് കുട്ടികളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഇപ്പൊ സ്കൂളിൽ നിന്ന് വന്നാൽ ഫ്രണ്ട്സ് ഉണ്ടാവും കളിക്കാൻ, പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം, നമുക്ക് ഒരുമിച്ച് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അതുപോലെ സ്പേസസ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, പേരൻസിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതെ തന്നെ കുട്ടികൾക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അതില്ല. കാരണം ഇപ്പൊ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കളിക്കാനുള്ള സ്പേസുകൾ കുറഞ്ഞു. അതുപോലെ കുട്ടികൾക്ക് ഈ ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റീസിന് പോലും പേരൻസ് വിടുമ്പം അത് ഈ സ്പോർട്സ് ക്ലബ്ബ്, മ്യൂസിക് ക്ലബ്ബ് അതിലൊക്കെ വിടുമ്പോഴും ഒരു കോമ്പറ്റീഷൻ, ഒരു പ്രഷറിന്റെ ഒരു എലിമെന്റ് അവിടെ വരുന്നുണ്ട്. നീ എന്താ അങ്ങനെ ചെയ്യാത്ത, അല്ലെങ്കിൽ നീ മറ്റുള്ളവരിൽ നിന്ന് ബെറ്റർ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അതുപോലെ കുട്ടികളുടെ ഹോബീസ്, ഒരു ഹോബി കൾച്ചർ നമുക്കുണ്ടായിരുന്നു. ഹോബി കൾച്ചർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പൊ ഫുള്ളി അക്കാഡമിക്സിന് എങ്ങനെ ഇതൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്നാണ്, അല്ലെ മാർക്സിന് എങ്ങനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം വെച്ചോണ്ടിരിക്കാതെ അത് മാറ്റിയിട്ട്
കുട്ടികളെ ഇങ്ങനെ ഹോബീസിനും മീനിങ് ആക്ടിവിറ്റീസിനും പിന്നെ എന്തോ പ്രോ സോഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ അവരെ പ്രേരിപ്പിക്കണം. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കുമ്പോൾ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ അവരുടെ അടുത്തോട്ട് കൊണ്ടുപോകണം, അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികളെ ചിന്തിപ്പിക്കണം. അപ്പം കുട്ടികൾക്ക് സൊസൈറ്റിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, പരസ്പരം പേരന്റുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്, നെയ്ബേഴ്സുമായിട്ട് മറ്റു കുട്ടികളും എല്ലാവരുമായിട്ട് ഒരു കണക്ഷനും ഉണ്ട്. ആൻഡ് അവർ എൻജോയ് ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യാൻ സമയം കിട്ടുന്നുണ്ട്, അവരുടെ ഇൻട്രസ്റ്റുകൾ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ അഡിക്റ്റീവ് സബ്സ്റ്റൻസിലോട്ട് അങ്ങനെ പോകാനുള്ള മനസ്സ് വരത്തില്ല. അപ്പൊ ആ അഡിക്റ്റീവ് സബ്സ്റ്റൻസസ് കിട്ടുന്ന കുറെ ഫ്രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലോട്ട് പോകാൻ കുട്ടിക്ക് തോന്നത്തില്ല. കാരണം ഓൾറെഡി അവരുടെ സോഷ്യൽ നീഡ്സ് മീറ്റ് ആവുന്നുണ്ട്, അവരുടെ ഇന്റലക്ച്വൽ നീഡ്സ് മീറ്റ് ആവുന്നുണ്ട്, അവരുടെ ഇമോഷണൽ നീഡ്സ് മീറ്റ് ആവുന്നുണ്ട്. അപ്പൊ ഇത്രയും തന്നെ ഒരു പേരന്റ് ചെയ്യുവാണെങ്കിൽ കുട്ടിയുമായിട്ട് ഒരു നല്ലൊരു ബോണ്ട് ഉണ്ടാക്കുകയും കുട്ടി ഓപ്പൺ ആയിട്ട് പേരൻസുമായിട്ട് സംസാരിക്കുകയും ചെയ്യും. അതാണ് നമുക്ക് സത്യത്തിൽ വേണ്ടത്. ഈ അഡിക്ഷനെ കോമ്പാറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. അതായത് കുട്ടികളെ നമുക്ക് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, പക്ഷെ കുട്ടികളെ ഡ്രഗ്സിനോടും ഇതുപോലെ അഡിക്റ്റീവ് സബ്സ്റ്റൻസസിനോടും അഡിക്റ്റീവ് ബിഹേവിയേഴ്സിനോടും എക്സ്പോഷർ കിട്ടിയാലും കുട്ടിക്ക് വീട്ടിൽ വന്ന് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ റിസ്ക് ഒത്തിരി ലോ ആണ്. അപ്പം ശരിക്കും പറഞ്ഞാല് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ നല്ലൊരു ആത്മബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു, കുട്ടികൾ സ്കൂളിൽ ചെല്ലുമ്പോഴുണ്ടാകുന്ന കൂട്ടുകെട്ടിൽ നിന്നാണ് ഒരു പക്ഷെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മാഫിയയുടെ ഒരു കണക്ഷനിലേക്ക് കുട്ടികൾ പോകാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് വഴിയാണ്. ഇല്ലെങ്കിൽ ആ കുട്ടികൾക്കുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവര് എത്തിച്ചേരുന്ന ക്ലാസ് റൂമിൽ നിന്നാണ് ഇങ്ങനെ ഒരു മാഫിയയിലേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും? നമുക്കതിനകത്ത് ഒരു പരിധി വരെ അധ്യാപകർക്കാണെങ്കിലും പേരൻസിനാണെങ്കിലും ഇപ്പൊ കൂട്ടുകൂടാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ പറഞ്ഞ പോലെ കുട്ടികൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അറിയാതെ ഇതൊന്ന് ഉപയോഗിക്കണം എന്നുള്ളൊരു ത്വര എല്ലാവരുടെയും ഉള്ളിൽ സ്വാഭാവികമായിട്ടും കുഞ്ഞു മനസ്സിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിനെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് സിനിമ, അല്ലേ? ഇന്നത്തെ സിനിമയിലെല്ലാം ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെയുള്ള ഒരു ദൃശ്യ മാധ്യമത്തിൽ കൂടെ അവർ കാണുമ്പം അവർക്കും ഇങ്ങനെ ചെയ്താലോ ഇല്ലെങ്കിൽ ചെയ്താൽ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു പക്ഷേ ഒരു ത്വരയുണ്ടാവും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എങ്ങനെ നമുക്ക് ഈ ക്ലാസ്സിലെ കുട്ടികളുടെ ഇടയിൽ നിന്നും ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ എന്ത് പ്രിവെൻഷൻ നമുക്ക് എടുക്കാൻ പറ്റും? അങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് പോകാതിരിക്കാൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ സിംഗിൾ ഔട്ട് ചെയ്യുവാണ്. അതായത് നമ്മൾ ഗുഡ് കിഡ്സ് ആൻഡ് ബാഡ് കിഡ്സ് ഓൾറെഡി അവിടെ ഒരു സെപ്പറേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഗുഡ് കിഡ് ആയിരിക്കും നാളെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബാഡ് കിഡായി മാറുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ പേരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആദ്യത്തെ കാര്യം കുട്ടികളുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുക. ഡ്രഗ്സ് എന്താണ്, ഫോൺ അഡിക്ഷൻ എന്താണ്, അല്ല വീഡിയോ ഗെയിംസിനോടുള്ള അഡിക്ഷൻ എന്താണ്, ഇതുപോലെ ഈ അഡിക്ഷൻ എന്താണെന്നുള്ള സംഭവം നമ്മൾ കുട്ടികളുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അതിന്റെ സിംറ്റംസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോക്കുമ്പോൾ അവരിൽ ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പറയണം. എന്നിട്ട് നമ്മൾ അവരെ അവിടെ പഠിപ്പിക്കേണ്ടത് ഒരു എമ്പതിയാണ്. അതായത് ആ കുട്ടികൾ ചീത്ത കുട്ടികൾ, ആ കുട്ടികൾ മോശം കുട്ടികൾ, അവരുടെ അടുത്തോട്ട് പോകരുത് എന്നല്ല നമ്മൾ അവിടെ പറയുന്നത്. കാരണം അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറ്റുകയെന്ന് പറഞ്ഞാൽ ആ ചീത്ത കുട്ടീന്ന് നമ്മൾ ലേബൽ ചെയ്തേക്കുന്ന ആ കുട്ടിയുണ്ടല്ലോ, അവര് ചിലപ്പോൾ നമ്മുടെ കുട്ടിയോട് ഒത്തിരി നന്നായിട്ട് പെരുമാറുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അവർക്ക് ഒരു ക്ലാസ്മേറ്റ് എന്ന നിലയ്ക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടാകാൻ ചിലപ്പോൾ. അപ്പൊ കുട്ടി ഇരുന്ന് ചിന്തിക്കും, എല്ലാരും പറയുന്നത് ഇതൊരു ബാഡ് ചൈൽഡാണ്, ഇവനുമായിട്ട് കൂട്ടുകൂടരുത്, പക്ഷെ ഹീസ് ഓൾവേസ് നൈസ് ടു മീ, ഹീസ് ഓൾവേസ് കൈൻഡ് ടു മീ, അപ്പൊ അവൻ എങ്ങനെ ബാഡ് ചൈൽഡ് ആവുന്നത്? അപ്പൊ നമ്മൾ പറയുന്ന കാര്യവും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലും തമ്മിൽ ഓൾറെഡി ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞു. അപ്പൊ കുറച്ച് ലോജിക്കലി ചിന്തിക്കും, അപ്പൊ എന്റെ പേരൻസ് പറഞ്ഞതായിരിക്കും തെറ്റ്, അല്ലെ ടീച്ചർ പറഞ്ഞതായിരിക്കും തെറ്റ്. പക്ഷെ നമ്മൾ പറയുക, ഈ മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അഡിക്ഷൻ ഉള്ള കുട്ടികളെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അവര് സഫർ ചെയ്യുവാണ്, അവര് സ്ട്രഗിൾ ചെയ്യുവാണ്, അവര് ഹാപ്പി ആയിട്ടല്ല അത് ചെയ്യുന്നത്. അതില് അവർക്ക് കിട്ടുന്ന ആ സന്തോഷവും സുഖവും എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് പോയി കഴിയുമ്പോൾ അകത്തുനിന്ന് ഒരു ഭയങ്കര എംപ്റ്റിനെസ് ആ ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്ന് ചിന്തിക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ കുട്ടികളോട് പറയാറില്ല.
അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യരുത്, അവരിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ നമ്മൾ പറയേണ്ടത് എന്താന്ന് പറഞ്ഞാൽ അവര് സഫർ ചെയ്യുവാണ്, അവർ സ്ട്രഗിൾ ചെയ്യുവാണ്. അപ്പൊ ഈ സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടി അവര് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാതെ നിങ്ങൾക്ക് എങ്ങനെ അവരെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവരെ എങ്ങനെ ഇപ്പം അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അവരെ ശരിക്കും സ്നേഹിക്കാനോ അവരെ പറ്റി ശരിക്കും കൺസേൺ ഉണ്ടെന്ന് ആർക്കെങ്കിലും കൺസേൺ ഉണ്ടെന്ന് അവർക്ക് തോന്നിയാൽ അവർക്ക് തോന്നും ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരണം എന്നും ജീവിക്കണം എന്നും ഒക്കെ അവർക്ക് തോന്നും. ചിലപ്പോൾ അവർ അഡിക്ഷനിലോട്ട് പോയത് അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അങ്ങനെ ഒരു കണക്ഷനും അവർക്ക് തോന്നാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കണം, എംപതറ്റിക് ആയിട്ടും കമ്പാഷനേറ്റ് ആയിട്ടും നിങ്ങൾക്ക് എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ അവര് ആ അഡിക്ഷനിൽ നിന്ന് വെളി വരുന്നതും അവരുടെ ഹീൽ ആവുന്നതും ഒന്നും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. അതായത് നിങ്ങളായിട്ട് അവിടെ ചെന്ന് അവരെ നന്നാക്കാൻ നോക്കണ്ട, പക്ഷെ ഒരു കൈൻഡ്നെസ് കാണിക്കുക, അവരോട് എമ്പതി കാണിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൈൻഡ്നെസ് ആയിരിക്കും അവർക്ക് പെട്ടെന്ന് തോന്നുന്നത് ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരണം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു നാച്ചുറൽ ഒരു സെൻസ് ഓഫ് കമ്പാഷൻ, ഒരു നാച്ചുറൽ സെൻസ് ഓഫ് കൈൻഡ്നെസ് ഉണ്ട്. അപ്പം അതിനോട് നമ്മൾ അപ്പീൽ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ള ഒരു സംഭവം അല്ല, അവര് ശരിക്കും സ്ട്രഗിൾ ചെയ്യുവാണ്. രണ്ട്, ഈ സ്ട്രഗിൾ ചെയ്യുന്ന വ്യക്തികളെ പോലെ അല്ല ഞാൻ ആവേണ്ടത്, അവരെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആവേണ്ടത്. അപ്പൊ നമ്മൾ ആ കുട്ടിക്ക് ഒരു സെൻസ് ഓഫ് പർപ്പസ് കൊടുത്തു കഴിഞ്ഞു, ഒരു സെൻസ് ഓഫ് മീനിങ് കൊടുത്തു കഴിഞ്ഞു. അപ്പം അവരെ പോലെ ആയി കൂളാവാനല്ല അപ്പൊ കുട്ടി ശ്രമിക്കുന്നത്, അവരെ ഹെൽപ്പ് ചെയ്ത് കൂളാവാനാണ് അപ്പൊ കുട്ടി ശ്രമിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കുവാണെങ്കിൽ ഒരുപാട് കുട്ടികളെ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുവാണെങ്കിൽ കുട്ടികൾ വീട്ടിൽ വന്ന് പറയും, അല്ലെ ടീച്ചറിനോട് പറയും, ടീച്ചറെ ഈ കുട്ടി ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾ തന്നെ വന്ന് ടീച്ചേഴ്സിനോട് ചോദിക്കും. പക്ഷെ ഇപ്പൊ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇത് റിപ്പോർട്ട് ചെയ്താൽ ടീച്ചേഴ്സ് ഓവർ റിയാക്ട് ചെയ്യും, പേരൻസ് ഓവർ റിയാക്ട് ചെയ്യും. അപ്പം പരസ്പരം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവരത് റിപ്പോർട്ട് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടും വളരെ എംപതറ്റിക് ആയിട്ടും കുട്ടികളെ അപ്രോച്ച് ചെയ്യും. അതാണ് ഇതിന്റെ ഓൺലി സൊല്യൂഷൻ. ഇപ്പൊ ഇങ്ങനെ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം പിടിക്കപ്പെടുന്ന ആളുകളുണ്ട് അല്ലെ, വിദ്യാർത്ഥികളാണെങ്കിലും മുതിർന്ന ആളുകളാണെങ്കിലും പിടിക്കപ്പെടുന്ന ആളുകൾ, പോലീസ് കേസ് എടുക്കുന്നു, അവര് ജയിലിൽ അടയ്ക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഒരു ശിക്ഷാ നിയമം അനുസരിച്ച് ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ വളരെ കുറവാണോ, ഇല്ലെങ്കിൽ ഇതിനെ ഭയമില്ലാത്തത് കൊണ്ടാണോ ഒരു പക്ഷെങ്കിൽ വീണ്ടും വീണ്ടും ആളുകൾ ഇതിനകത്തേക്ക് വരുന്നത്? അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അതിനെപ്പറ്റി മിക്സ്ഡ് ഒപ്പീനിയൻ ആണ് എനിക്ക് ശരിക്കും. കാരണം ഇപ്പൊ ഒത്തിരി റീസെന്റ് ഒരു സംഭവം നടന്നില്ലേ, ഒരു കുട്ടിയെ കുത്തിക്കൊന്നു. ആൻഡ് ആ കുറ്റം ചെയ്ത ആ കുട്ടികളെ എക്സാം എഴുതാൻ അവർ സമ്മതിച്ചു. അപ്പം അവർക്ക് സത്യത്തിൽ ഒരു കോൺസിക്വൻസും അവർക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. അവർ ചെയ്ത വളരെ എന്താ പറയാ, ഒരു നീചമായ ഒരു ക്രൈമാണ് അവർ ചെയ്തത്. അപ്പൊ അതിന് ഒരു കോൺസിക്വൻസും അവർക്ക് കൊടുക്കാതെ ഇരിക്കുന്ന സ്ഥിതിക്ക് ബാക്കിയുള്ള കുട്ടികൾക്കും അതൊരു പ്രോത്സാഹനമാണ്. അവർ ചെയ്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, പോലീസ് എസ്കോർട്ടിൽ വന്ന് എക്സാം എഴുതിയിട്ട് പോകാം, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡെഫിനറ്റ്ലി ഇവർക്ക് കൊടുക്കുന്ന ശിക്ഷ ഇച്ചിരിയും കൂടെ നമ്മൾ ടൈറ്റ് ആക്കണം, ഇച്ചിരി സ്ട്രിക്റ്റ് ആക്കണം. അത് ഇങ്ങനെ നമ്മൾ ഒരു നല്ല എക്സാമ്പിൾ അല്ല സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ശിക്ഷ കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് കുട്ടികളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഈ അഡിക്ഷൻ എന്ന ഈ പ്രശ്നത്തിൽ. അല്ല, ശിക്ഷ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പൊതുവെ ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഇല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് മയക്കുമരുന്നോ ഇല്ലെങ്കിൽ അതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുന്ന ഒരാള്, അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. ഇല്ലെങ്കിൽ അതുകൊണ്ട് വീണ്ടും ഇത് ചെയ്താൽ അവർക്ക് പ്രശ്നമില്ല. ഞാൻ കഴിഞ്ഞിടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ സ്കൂൾ പരിസരങ്ങളിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്ന ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ ഷോപ്പുകളിലുള്ള ആൾക്കാരെ ഒരു പ്രാവശ്യം പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തതിന് ശേഷം ഇവർ വീണ്ടും കുറച്ച് നാളുകൾ വന്നതിന് ശേഷം വീണ്ടും അവർ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഇവർക്ക് ഒരു ചെറിയ പെറ്റിയുള്ളൂ, 10,000-2,000 രൂപയുടെ ഒരു ചെറിയ ഒരു പിഴ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അതിനുശേഷം ഇവർ വീണ്ടും അതിനകത്ത് നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഇവർ ആരംഭിക്കുന്നു. അപ്പൊ കുറെ നാൾ ഇവര് ബിസിനസ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു, വല്ലപ്പോഴും കൊണ്ട് 2,000 രൂപ അവരെ പിടിക്കുമ്പം കൊടുക്കുന്നു. സോ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ തന്നെ തക്കതായ ഒരു ശിക്ഷ ഇല്ലാത്തത് കൊണ്ട് മുതിർന്ന ആൾക്കാരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുന്നു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് നല്ലൊരു ശക്തമായ ഒരു ശിക്ഷാ നിയമം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ ഒരു പക്ഷേ അതിനെ ഭയന്നെങ്കിലും ആൾക്കാർ അതിലേക്ക് പോകാതിരിക്കില്ലേ? ഇപ്പൊ ശരിയാണ്, മുമ്പേ പറഞ്ഞ പോലെ കുട്ടികളെ ശിക്ഷിക്കുന്നത് കൊണ്ട് മാത്രം കഥയില്ല, അതുകൊണ്ട് അത് യഥാർത്ഥ ഒരു രീതിയല്ല. പക്ഷേ ഇതിലേക്ക് പോകാതിരിക്കാൻ, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ UAE പോലെയുള്ള പല കൺട്രീസിലും അവിടെ മദ്യവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ
മൊത്തത്തിൽ വില വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ ആളുകൾക്ക് പേടിയുണ്ട്. എന്നിട്ടും ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഒരു നിയമം ശക്തമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം ഇന്നതായിരിക്കുമെന്ന് വ്യക്തമായിട്ട് സമൂഹത്തിൽ ഒരു അവബോധം ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ അതിന് കുറവുണ്ടാകുമോ എന്നുള്ളതാണ്. ഒരു പരിധിവരെ അതിന് കുറവുണ്ടാകും. അതായത് ഇപ്പം നിയമം സ്ട്രോങ് ആണെങ്കിൽ ഇതിന്റെ വിൽപ്പന കുറെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആകുന്നത് നമുക്ക് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ കുട്ടികൾക്ക് ഇത്ര ഈസി ആയിട്ട് ഇത് കിട്ടുന്നത് നിയമം സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണല്ലോ. ബട്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ നിയമം സ്ട്രോങ് ആക്കിയത് കൊണ്ട് അത് ഫസ്റ്റ് സ്റ്റെപ്പേ ആകുന്നു. അപ്പം ഇപ്പൊ ഒരുപാട് അതിനുവേണ്ടി ഒരു പുഷ് വരുമ്പം ഈ നമ്മൾ അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പൊ നിയമം സ്ട്രോങ് ആക്കിയാലും അഡിക്ഷനിലേക്ക് പോകുന്ന ആൾക്കാർ കാണും. ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അഡിക്റ്റീവ് സബ്സ്റ്റൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ MDMA ഹെറോയിനും ഒക്കെ ആയിരിക്കത്തില്ല, കൊക്കൈൻ ആയിരിക്കത്തില്ല. അവർ യൂസ് ചെയ്യുന്നത് അവർക്ക് ഈസിലി അവൈലബിൾ എന്തെങ്കിലും സാധനമായിരിക്കും, ആരും അറിയാതെ. അപ്പൊ ഇതിനുള്ള ഒരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ചൈൽഡ് റെയറിങ് കൾച്ചർ, നമ്മുടെ ഒരു സോഷ്യൽ എൻവയൺമെന്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ശാശ്വത പരിഹാരം. പിന്നെ നമ്മൾ നിയമം സ്ട്രോങ് ആക്കിയാൽ ഓഫ് കോഴ്സ് ഒരു പരിധി വരെ നമുക്ക് അതിന് നിർത്താൻ പറ്റും. അതായത് ഇതിന്റെ ഈ കൊമേഴ്ഷ്യലൈസേഷൻ നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഈ ഡ്രഗ്സ് ഇത്രയും കൂൾ ആണെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ കുട്ടികളുടെ ഇടയിൽ, അത് നമുക്ക് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. പക്ഷെ അതൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആകുന്നില്ല. ഓക്കെ, ഈ സ്കൂളുകളിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന്റെ പുറകെ ആളുകൾ പോകുന്നത്, അല്ലേ? ഒരു നിയമമൊക്കെ ഉണ്ട്, കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോഴാണ് അവിടെ അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി അവിടെ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് പ്രിക്കോഷൻ എടുക്കുന്നു, അല്ലേ? പക്ഷെ അതിന് മുമ്പ് തന്നെ അത് ചെയ്യാമായിരുന്നു, ഇല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ അത് ഉണ്ടാകാതിരിക്കാനുള്ള കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ നിലവിൽ നമ്മുടെ സിലബസിനകത്താണെങ്കിൽ പോലും, ഇല്ലെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ അവസാനം എല്ലാ വെള്ളിയാഴ്ചയും അവസാന സമയമാകുമ്പം, അവസാന പീരീഡ് ആകുമ്പം കുട്ടികളുടെ കലാപരമായിട്ടുള്ള കഴിവുകളെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീരീഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ, ഇല്ലെങ്കിൽ സാൻമാർഗിക പാഠം അതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ഒരു പീരീഡ് ആഴ്ചയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പീരീഡ് കുട്ടികൾക്ക് വേണ്ടി ചെറുപ്പം മുതലേ മാറ്റിവെച്ചാൽ, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാനും സമൂഹത്തോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റാനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ക്ലാസ് സ്കൂളുകളൊക്കെ കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും? സ്കൂളുകളിൽ അങ്ങനെ ഒരു ക്ലാസ് കൊണ്ടുവന്നാലും അത് യൂസ്ഫുൾ ആണ്. പക്ഷെ ടീച്ചേഴ്സിന് അതിന് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ഇപ്പോഴത്തെ ഒരുപാട് സ്കൂളുകളിലും ആക്ച്വലി ഈ മോറൽ സയൻസ് പീരീഡിലൊക്കെ അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനൊക്കെ. ഈവൻ ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ റൈറ്റ്സിനെ പറ്റി അവെയർ ആക്കുക, പിന്നെ എന്താ ക്രൈംസിനെ, ഞങ്ങൾക്കെതിരെ സംഭവിക്കാൻ പറ്റുന്ന ക്രൈംസ് ഒക്കെ ഞങ്ങളെ അവെയർ ആക്കുമായിരുന്നു. അതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും, എങ്ങനെ സേഫ് ആയിരിക്കാം, ഇതിനെപ്പറ്റി സംസാരിക്കുമായിരുന്നു. അഡിക്ഷനെ പറ്റി സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇതിലൊക്കെ വരുന്ന വിഷയം എന്താന്ന് വെച്ചാല്, ടീച്ചേഴ്സിന് ആക്ച്വലി കുട്ടികളുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ടീച്ചേഴ്സ് വേറൊരു ലോകവും കുട്ടികൾ വേറൊരു ലോകവും, രണ്ട് ഡിഫറെന്റ് സൈഡ്സ് ആയിട്ടാണ് ഇപ്പൊ നിലവിൽ സ്കൂളുകളിൽ നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു എൻവയൺമെന്റിൽ നമ്മൾ അങ്ങനെ ഒരു പീരീഡ് വെച്ചാൽ പോലും ടീച്ചേഴ്സ് വേറെ ഇപ്പൊ ഇംഗ്ലീഷും മാത്സും ഒക്കെ പഠിപ്പിക്കുന്ന സ്റ്റൈലിൽ ചുമ്മാ പഠിപ്പിച്ചങ്ങ് വിടും. അപ്പം ഒരു ഇമോഷണൽ കോമ്പണന്റ് ഇല്ലാതെ ഇത് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചാലും കുട്ടികളെ അഡിക്ഷനിലോട്ട് പോകുന്നതൊക്കെ സത്യത്തിൽ അവർക്ക് അറിവ് കുറഞ്ഞിട്ടല്ല. ഒരുപാട് കുട്ടികളും ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടുവരുന്ന കുട്ടികളോട് നമ്മൾ ചോദിച്ചു നോക്കിയാൽ അറിയാം. അവർ പറയുന്നത് അവർക്കറിയാം ഇത് ബോഡിക്ക് നല്ലതല്ലെന്നും അവരെ ഒരുപാട് ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്നും അവരുടെ ബിഹേവിയർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ടെന്നൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവർക്കത് നിർത്താൻ പറ്റുന്നില്ല. അതെന്തുകൊണ്ട് നിർത്താൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ കണക്ഷൻ, പേരൻസും ടീച്ചേഴ്സും ആയിട്ടുള്ള ഈ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അവർക്ക് അത് നിർത്താൻ ഒരു മോട്ടിവേഷൻ ഇല്ല അവർക്ക്. അപ്പൊ നമ്മളതൊരു തിയറി ആയിട്ട് അവരുടെ റൈറ്റ്സ് എന്താണെന്നും അല്ലാതെ ഇപ്പം നിയമം ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത്, ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ എന്താണെന്നൊക്കെ പഠിപ്പിക്കുന്നത് സത്യത്തില് കുട്ടികൾക്ക് കുറെയൊക്കെ അത് അറിയാം ഇന്നത്തെ ലോകത്ത്. പക്ഷെ ആ അറിവ് ഒരു ഇമോഷണൽ ഇൻസൈറ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ആകുന്നില്ല, ഒരു കോൺഷ്യസ് അറിവ് മാത്രമാണ്. അപ്പൊ ആദ്യം നമ്മളെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു പീരീഡ് മാറ്റി വെച്ചിട്ട്
കുട്ടികളുമായിട്ട് സംസാരിക്കണം. അതായത് ചുമ്മാ ഇരുന്ന് ഈ സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മളൊരു കരിക്കുലം പോലെ അല്ലെങ്കിൽ ഒരു ടോപ്പിക് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരുപാട് കുട്ടികളും സ്പീക്കപ്പ് ചെയ്യത്തില്ല. അവർക്ക് ശരിക്കും ഫേസ് ചെയ്യുന്ന എന്താണെന്ന് അവർക്ക് പറയാനുള്ള ഒരു സ്പേസ് കിട്ടത്തില്ല അവിടെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് സ്പേസ് കൊടുക്കണം. അവരോട് പറയണം, മക്കളെ ഇത് നിങ്ങളുടെ പീരീഡ്, നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ വീടുകളിൽ എന്താണ് പ്രശ്നം, നിങ്ങൾക്ക് ഫ്രണ്ട് ഗ്രൂപ്പ്സിൽ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളൊരു വാല്യൂ ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങൾക്ക് ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല, പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തോ നിങ്ങളെ പറ്റി തന്നെ ഒരു മതിപ്പ് വരുന്നില്ല, അല്ലെങ്കിൽ വീട്ടിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, പേരൻസുമായിട്ട് നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ പറയേണ്ട ആവശ്യം പോലും ഇല്ല ഇത് എന്റെ പ്രശ്നമാണെന്ന്, വേറൊരാളുടെ പ്രശ്നമായിട്ട് നിങ്ങൾ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാം. അപ്പൊ പിള്ളേർക്ക് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ആ സ്പേസ് ആണ്. എന്നിട്ട് മേ ബി ആ പീരീഡിന്റെ അവസാനം കൊണ്ടുവന്ന് ഒരു കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് ലോയെ പറ്റിയും ഇങ്ങനെ കാര്യങ്ങളെ പറ്റി അതിന്റെ ലീഗൽ മാറ്റേഴ്സിനെ പറ്റിയൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് കുട്ടികൾക്ക് ഈ സ്പേസ് കൊടുക്കുക എന്നുള്ളത്. ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങൾ വലുതാണ്. അധ്യാപകരോടും മാതാപിതാക്കളോടും എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാ കുഞ്ഞും നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ ആ ഒരു തോന്നല് നിങ്ങൾ വളർത്തിയെടുക്കണം. അപ്പം ഒരുപാട് ടീച്ചേഴ്സിന്റെ വായിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ പിള്ളേരല്ലല്ലോ എങ്ങനെയും പോകും, ഈ വടിയെടുത്ത് മാറ്റി ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനല്ല, അവരെന്തെങ്കിലും ചെയ്തോട്ട്, കുട്ടികൾ എന്തെങ്കിലും ചെയ്തോട്ട്. റീസെന്റ് ഒരു ടീച്ചർ പറഞ്ഞ് കേട്ടു, വേറൊരു സ്കൂളില് ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തു. അപ്പം സൂയിസൈഡ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറിനെയാണ് പേരൻസ് ബ്ലെയിം ചെയ്തത്. അപ്പൊ അതിന് ഈ ടീച്ചർ പറയുന്നതാണ്, ഒരുത്തൻ അവിടെ എവിടെയോ തൂങ്ങി ചത്ത്, അതിനും ടീച്ചറിനെയാ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സും ആ ഒരു മൈൻഡ് സെറ്റിലാണ്. അപ്പം കുട്ടികൾ നിങ്ങളുടെ ശത്രുക്കളല്ല, കുട്ടികളെ നിങ്ങൾ അടിച്ചും വഴക്ക് പറഞ്ഞും നേരെ ആക്കേണ്ട കുറെ ജീവികളല്ല കുട്ടികൾ ഹ്യൂമൻസ് ആണ്, ആൻഡ് വളരെ വൾണറബിൾ ആൻഡ് സെൻസിറ്റീവ് ഹ്യൂമൻസ് ആണ്. അപ്പം അവരുടെ വികൃതികളെ എൻജോയ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ സ്വന്തം മനസ്സിൽ തോന്നണം, സ്വന്തം കുട്ടിക്ക് വരുന്ന ഒരു പ്രശ്നം പോലെ തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മുടെ ക്ലാസ്സിൽ ഒരു കുട്ടി വന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ മനസ്സിലൊരു വിഷമം തോന്നും. എന്നിട്ട് അത് എങ്ങനെ ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അതിന് അടിയും വഴക്കും അല്ല അതിന്റെ സൊല്യൂഷൻ. ഒരു കുട്ടിയും മനഃപൂർവ്വം അല്ല എന്താ ധിക്കാരം കാണിക്കുന്നതോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട്ഫുൾ ബിഹേവിയർ കാണിക്കുന്നതും ക്ലാസ്സിൽ അലമ്പുണ്ടാക്കുന്നതും ഒരു കുട്ടിയും മനഃപൂർവ്വം അല്ല. അവരുടെ എന്തോ ഒരു ഇമോഷണൽ നീഡ് മീറ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതെങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ടീച്ചേഴ്സ് ചിന്തിക്കേണ്ടത്. രണ്ട്, പേരൻസിന്റെ കാര്യത്തില് പേരൻസ് കുട്ടികളെ പറ്റി കുറച്ചും കൂടെ പ്രൊട്ടക്റ്റീവ് ആകും. പ്രൊട്ടക്റ്റീവ് ഇൻ ദ സെൻസ് കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്ത് കൊടുക്കും. അതായത് കുട്ടികളൊന്നും ചെയ്യേണ്ട, ഞങ്ങൾ എല്ലാം നോക്കിക്കോളാം, ഞങ്ങളെല്ലാം ചെയ്തോളാം, അങ്ങനെയല്ല. മോർ ഇൻ ദ സെൻസ് ഈ നമ്മുടെ കുട്ടികൾ ആരോടാണ് സംസാരിക്കുന്നത്, ഈ ഫോൺസിൽ അവർ ചാറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവർ സ്കൂളിൽ ഇടപെടുന്ന കൂട്ടുകാർ ആരൊക്കെയാണ്, അവരുടെ ടീച്ചേഴ്സ് ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ആസ് പേരൻസ്. അപ്പം എന്താ കുട്ടിയെ ചെന്ന് ഇന്ററോഗേറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്, കുട്ടിയുമായിട്ടൊരു ബന്ധം ഫോം ചെയ്തിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, സ്കൂളിൽ എന്താ സംഭവിക്കുന്നത്, അവര് ഏതെങ്കിലും ഒരു ക്ലബിന് പോകുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഫ്റ്റർ സ്കൂൾ ആക്ടിവിറ്റിക്ക് പോകുന്നു, അവിടെ എന്താണ് സംഭവിക്കുന്നത്, അവര് സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്, വളരെ കെയർഫുൾ ആയിട്ട് അത് സൂപ്പർവൈസ് ചെയ്യും. അപ്പൊ കുട്ടികൾ ചിലപ്പോൾ പറയല്ല എന്റെ പ്രൈവസിയാണ്, ഞാൻ എന്താ എന്റെ ഫോൺ ഇറ്റ്സ് എ മാറ്റർ ഓഫ് മൈ പ്രൈവസി, അതിൽ നിങ്ങളൊന്നും ഇടപെടണം ചിലപ്പോൾ കുട്ടികൾ പറയാം. അപ്പൊ നമ്മൾ വളരെ പൊളൈറ്റ് ആയിട്ട് തന്നെ കാമായിട്ട് തന്നെ നമ്മൾ പറയണം, അല്ല മോനെ ഫോണിന്റെ കാര്യത്തിൽ നിനക്ക് നോ പ്രൈവസി, കാരണം ഇത് വളരെ ഡേഞ്ചറസ് ഒരു സംഭവമാണ്. ഒരു 5 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ നമ്മൾ കത്തി കൊടുത്ത് വിടത്തില്ലല്ലോ, അതുപോലെ ഒരു ടീനേജറിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നത് ബേസിക്കലി അതുപോലെ. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കണം. ആൻഡ് പ്രൊട്ടക്റ്റീവ് ആയിരിക്കുന്നതിന്റെ ഒപ്പം തന്നെ കുട്ടിയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം ഫോം ചെയ്യാൻ നോക്കണം. കുട്ടിയുമായിട്ട് കളിക്കാനും നല്ല മെമ്മറീസ് ഉണ്ടാക്കാനും ചിരിക്കാനും കരയാനും എല്ലാത്തിനും കുട്ടിക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ ഇത്രയും ചെയ്താൽ തന്നെ ടീച്ചേഴ്സ് കുട്ടികൾക്ക് സ്പേസ് കൊടുക്കുകയും പേരൻസ് വീട്ടിൽ കുട്ടികൾക്ക് സ്പേസ് കൊടുക്കുകയും ചെയ്താൽ തന്നെ ഈ അഡിക്ഷന്റെ പ്രോബ്ലം കുറെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. വളരെ
അർത്ഥവത്തായിട്ട് എനിക്ക് തോന്നുന്നു അവസാനം പറഞ്ഞ വാക്ക്. കാരണം അപകടകരമായ ഒരു സാധനം അല്ലെങ്കിൽ കത്തി ഒരു കൊച്ചിൻ്റെ കയ്യിൽ കൊടുത്ത് നമ്മൾ ഒരിക്കലും മറ്റു സ്ഥലത്തേക്ക് വിടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ അപകടകരമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള ആ അവസരങ്ങളെ ഒഴിവാക്കി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളെ ഒഴിവാക്കി എല്ലാ മാതാപിതാക്കൾക്കും പോകാൻ കഴിയട്ടെ. തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.